യാത്രകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ബ്ലൂ വാലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെറിയൊരു അഡ്വഞ്ചർ ട്രിപ്പാണ്. വേറെ ഒന്നുമില്ല, കിളിമാനൂർ കടലാണ് പാറയിലാണ് കയറുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇവിടുത്തെ വ്യൂ എങ്ങനെയാണ്. നമ്മൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് വഴിയൊന്നും അറിയത്തില്ല. എല്ലാ പ്രാവശ്യം ഞാനും എൻ്റെ മോനുമാണ്. ഇപ്പം എൻ്റെ ചേട്ടൻ്റെ മോനും കൂടെ ഉണ്ട്. മൊത്തം മുള്ളുകൾ ആണ് ഇവിടെയൊക്കെ. വഴിയൊന്നും ഇല്ല. നമ്മൾ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് കാട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകത്തുള്ളൂ. ഇനി വഴി കണ്ടുപിടിച്ച് വേണം പോകാൻ. എന്തായാലും പാറ മുകളിൽ കയറി. ഇവിടെ ഒരു കുഴിയുള്ള അറിയാം. ആ കുഴിയൊക്കെ ഉണ്ടായിരുന്നു നോക്കണം. കിളിമാനൂർ ടൗൺ എന്ന് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് കിളിമാനൂർ KSRTC ബസ് സ്റ്റാൻഡ്. അതിനടുത്തുള്ള ടൗണാണ്. ഇതാണ് കാഞ്ഞാവ് എന്ന് പറയും. നമ്മളെ നാട്ടിൽ കാഞ്ഞാവ് എന്ന് പറയും. ഇത് പൂത്ത് കഴിഞ്ഞാൽ നീല പൂവാണ്. ഇതാണ് കായാമ്പൂ. ഇവിടെയുണ്ട് പൂത്ത് മൊട്ട് വന്നേ ഉള്ളൂ. കണ്ടില്ലേ മൊട്ട് വന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഇനി അത് ശരിക്കും പൂക്കും. ഇവിടെ വന്നാൽ ഇത്രയും സമുദ്രം ഉണ്ടാവുമെന്ന് കരുതിയില്ല. എന്ത് ഭംഗിയല്ലേ അങ്ങോട്ട് കാണാനൊക്കെ. കിളിമാനൂർ ടൗൺ അടുത്ത് നിന്ന് കാണാം. അതുപോലെ ഇവിടുത്തെ ആഴം കണ്ടില്ലേ, ചെറിയ ആഴമുണ്ട്, കാറ്റുമുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കുറേയൊക്കെ ഇറങ്ങിപ്പോവാം. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെടും ഈ സ്ഥലം. എന്തായാലും ഞാൻ എൻ്റെ പഴയ പരിപാടിയൊക്കെ തുടങ്ങാം. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലം തന്നെ. ഞാൻ ഒന്ന് ഇറങ്ങി കാണിച്ചു തരാം. ഇവിടെയൊക്കെ ചെറിയൊരു അപകടമുണ്ട്. അഡ്വഞ്ചറാണ്. അഡ്വഞ്ചർ കണ്ടു കഴിഞ്ഞാൽ എനിക്കവിടെ ഇറങ്ങണം. അതെൻ്റെ ഒരു വലിയൊരു മോഹമാണ്. ചെറിയ കാഴ്ചയും അഡ്വഞ്ചറും എല്ലാം ചേർന്ന ഒരു പാറ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇനി ആ ഒരു പാറ മുകളിൽ കൂടി കയറി നോക്കാം. ഞാൻ ഈ പാറ മുകളിലാണ് കയറുന്നത്. നോക്കാം എങ്ങനെയാണെന്ന്. ഗ്യാപ്പൊന്നുമില്ല. അത്യാവശ്യം കയറുന്നുണ്ട്. പതുക്കെ കയറാം. എന്താണെങ്കിൽ ടോപ്പിൽ കയറി. ഇവിടെയും മറ്റൊരു വിടവ്. വലിയ റബ്ബറിൻ്റെ മണ്ട ഭാഗത്ത് കാണാം. അത്രയും ആഴമുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ കയറുന്നവർ സൂക്ഷിച്ച് കയറുക. റിസ്ക് അവർക്ക് മാത്രം. ഇതാണ് പാറയുടെ ടോപ്പ്. നമ്മൾ ഈ പാറയുടെ അടിവശത്ത് കുറച്ച് സ്പേസ് ഉണ്ട്. അതായത് മഴ വന്ന നനയാതിരിക്കാൻ ഒരു ചെറിയൊരു ഇടവ്. അതെന്തും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം. എന്തായാലും ഇത് ഇങ്ങനെയൊക്കെ ഒടിച്ച് മാറ്റി പോകത്തുള്ളൂ. ഈ വെളുത്ത ഭാഗം മഴ നനയാതെ ഇരിക്കുന്ന ഒരു ഭാഗമാണ്. കാരണം രണ്ട് വശത്തും മരങ്ങളുള്ളതുകൊണ്ട് മഴ കഴിഞ്ഞാട്ട് അടിക്കില്ല. എന്നാലും ചെറിയ തോളിയൊക്കെ അടിക്കും. വലുതായിട്ടൊന്നും നനയാതിരിക്കാം അല്ലേ. മഴ പെയ്താൽ നമുക്ക് നനയാതിരിക്കാം അല്ലേ. ശരിക്കും ഈ പാറയുടെ അടിവശമാണിത്. വഴിയൊന്നുമില്ല. നമ്മളൊരു വഴി ഉദ്ദേശം വെച്ച് പോവേണ്ട. നോക്കാം. കുറേ കമ്പം ത്രാണം ഒക്കെയാണ്. കമ്പം ത്രാണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു നാടൻ ഭാഷയാണ്. നമ്മളെപ്പോഴും നാടൻ ഭാഷ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിനടി കൂടെ കയറി ഒരു വീഡിയോ എടുക്കുന്നത് ശ്രമകരമായ ഒരു കാര്യമാണ്. അതായത് നമ്മൾ പോകും. പിന്നെ രാവിലെ കണ്ടില്ലേ, ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽ എല്ലായിടത്തും കൊണ്ടുവരും. പ്ലാസ്റ്റിക് കുപ്പികൾ ഇടാൻ പാടില്ല. ഇതൊന്നും ഇടാൻ പാടില്ല. നമ്മളൊന്നും കൊണ്ട് ഇടാറില്ല. സ്ഥലം കാണാൻ വരുന്നവരും ആസ്വദിക്കാൻ വരുന്നവരൊക്കെ ഒരിക്കലും ഞാൻ ചെയ്യരുത്. പ്ലാസ്റ്റിക് ഒന്നും എങ്ങും വലിച്ചെറിയരുത്.
ഇനി ഈ പാറ കയറിയാലും മുകളിൽ ഈ പാറ കയറണമെന്ന് എങ്ങനെയാലും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പാണ്. ഇന്നത്തെ വീഡിയോ അല്ല, ഈ പാറയുടെ വീഡിയോ ആണ് വൈൻഡപ്പ്. ശേഷം മറ്റൊരു വ്യൂ പോയിൻ്റ് കൂടെ ഉണ്ട് ഇവിടെ കിളിമാനൂരിൻ്റെ അടുത്ത് തന്നെ. അതും കൂടെ ചേർത്തായിരിക്കും നമ്മൾ ഒരു വീഡിയോ ഇടുന്നത്. 2 സ്ഥലത്തോടെ ഒരു വീഡിയോ. കാരണം ഇവിടെ ഉള്ളവർക്കും നമ്മളെ വീഡിയോ കാണുന്നവർക്ക് വന്ന് 2 സ്ഥലത്തും ചെല്ലാവുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഈ വീഡിയോ തൽക്കാലം ടാറ്റ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊരു വ്യൂ പോയിൻ്റ് ഇവിടെ കാണിച്ച് നിർത്തോളെന്ന്. അതും കിളിമാനൂർ ടൗൺ തന്നെയാണ്. കിളിമാനൂരിൽ നിന്ന് പെട്ടെന്ന് വരാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. ഇതൊരു ക്ഷേത്രഭൂമി കൂടിയാണ്. ഇതാണ് ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രം. ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രവും ഒരു ഷെഡും. ആയിരവല്ലി ക്ഷേത്രം ആയതുകൊണ്ട് പ്രത്യേകിച്ച് മൂടിയ അങ്ങനെയൊന്നുമില്ല, ഒരു കൽപ്രതിമയാണ്. അതുകൊണ്ട് നമ്മൾ ദൂരെ നിന്ന് വിഷയം എടുക്കാം. ക്ഷേത്രങ്ങളോ പ്രതിഷ്ഠകളോ ഒന്നും വരാത്ത രീതിയിൽ നമുക്ക് ചരിഞ്ഞ് നിന്ന് വീഡിയോ എടുക്കാം. ഇവിടെ ഒരു ഗണപതി പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട്, അത് ദൂരെ നിന്ന് എടുക്കാം. ഒരുപാട് കൈകളൊക്കെ ഉണ്ട്, 8 കൈകളൊക്കെ ഉള്ള ഗണപതി പ്രതിഷ്ഠ. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയാത്തതുകൊണ്ട് വിവരിക്കുന്നില്ല. മരങ്ങളൊക്കെ വളർന്നതുകൊണ്ട് കൂടുതൽ വ്യൂ ഒന്നും കിട്ടുന്നില്ല. നമ്മളെ കിളിമാനൂർ ടൗൺ തൊട്ടടുത്താണ്, അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ വരാൻ കഴിയും. ക്ഷേത്രം ആയതുകൊണ്ട് അതിൻ്റേതായ പരിപാവനമായ ക്ഷേത്ര ആചാര മര്യാദകൾ പാലിക്കണം, അത്രമാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബ്ലൂ വാലി മറ്റൊരു വീഡിയോ വരുന്നത് വരെ ടാറ്റ.